ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഇത് ഞാൻ തെങ്ങാറാനോ തോട്ടുക്ക് കുളിച്ചാനോ പോണതല്ല, പെൽച്ചക്കിച്ച് പോണ കോലാണിത്. സാധാരണ വല്ല താളിപ്പും ചിക്കൻ പോലുള്ള സ്ഥലത്ത് പെങ്ങൾ വിരുന്നോണ്ട് ടേബിൾ ആകെ നിറഞ്ഞേക്കണ്. മേലെ പോയി സുബേസ് കിച്ചൻ ഒരു ഒറ്റ ഉറക്കം. ഇനി രാവിലെ മുതലാണ് കളികൾ മാറാൻ പോണ്. മോനെ കാത്തിരുന്ന് കണ്ടോ. രാവിലെ ഡോർ തട്ടിപ്പൊളിച്ച് ഉറക്കം നീപ്പിച്ച എന്നോട് അന്ന അന്വേഷിച്ച് രണ്ട് പെണ്ണുങ്ങൾ വന്നിക്കണം. പെണ്ണുങ്ങളാ? ആരപ്പത്? നോക്കിയപ്പോ ആരാ? രണ്ട് തരുണിമണികളായ ഉമ്മച്ചി കുട്ടികൾ. ഓരെന്തിനാ വന്നതറിയോ? ഓരോ ഇഫ്താറിന് തന്നെ ക്ഷണിക്കാൻ. മോനെ നമ്മൾ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ചെല്ലാൻ പോണ പരിപാടി ആട്ടത്. ഓരോ മുമ്പിൽ കുറച്ച് ദമ്മിട്ടെങ്കിൽ റൂമിലെത്തിയപ്പോൾ ഞാൻ എന്റെ തനി സ്വഭാവം പുറത്തെടുത്തത്. മോനെ അഞ്ച് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഫസ്റ്റ് പരിപാടിയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ. കുറെ പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. അവിടെ ഞാൻ വേഗം താടി മൂടി ശരിയാക്കി ഒരു ഫേഷ്യലും ചെയ്ത് വലിയ സെറ്റപ്പ് ആയിക്കൊണ്ട് പേര് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് വിടാനുള്ള ഡ്രസ്സില്ല. ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയുള്ള കോലാഹലങ്ങളെ പോയി കാണുന്നതൊക്കെ. അവസാനം ഈ ഡ്രസ്സിലാണ് ഉറപ്പിച്ച്. ഇന്നെ കാണാൻ എന്താ ഡ്രസ്സല്ലേ? മാഷാല്ലാ. എന്റെ പൊലിവ് നോക്കിയ പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. പൊട്ടൻ ലോട്ടറി അടിച്ചൊന്നല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫോളോസ്. അപ്പൊ കുറച്ച് ചാടിക്കളും തുള്ളിക്കളി ആവാം. നമ്മളൊറ്റക്കല്ല ആഫ്താബിനെ വിളിച്ചുകൊണ്ട് പരിപാടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരുമ്പോൾ നമ്മുടെ ടീമും വളരണം, അത്രേ ഉള്ളൂ. ഇന്റെ ഒരു പൊലിവ് ഒക്കെ ചിലപ്പോൾ പുതിയ ഇറങ്ങുമ്പോൾ എന്റെ മുഖത്ത് ഇത്ര പൊലിവ് ഉണ്ടാവില്ല. ഇപ്പൊ തൽക്കാലം ഡോർ തുറന്നാൽ ബ്ലാക്ക് കാറ്റ്സ് ഒന്നുമില്ല, പക്ഷെ ഭാവിയിൽ ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ കുറച്ച് മാസം കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നമ്മൾ നേരെ കയറി ചെന്ന് ITC ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്ന 4-5 ആൾക്കാരുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ മേലെ എന്ന് പറഞ്ഞു എക്സൈറ്റഡ്. കുറച്ചേരം കഴിഞ്ഞാണ് ഈ പെണ്ണെന്ന് ശബരിമലക്ക് മല കയറുന്ന സ്റ്റെപ്പ് ഒക്കെ പാടെ കയറ്റി കൊണ്ടുപോയി അവസാനം മകരവിളക്ക് കണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തലട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്താ മോനെ കേട്ടത്? ലേഡീസ് ഹൗസിനുള്ളിൽ കറണ്ട് ആയമാരത്തെ ഒച്ചപ്പാട്. എന്നിട്ട് ഞാൻ 32 പല്ലും കാട്ടി ചിരിച്ച് മെയിൻ ഡോർ കൂടെ ശരിക്കും കയറി. ബൈ ദ വേ, ഇതാണ് റിയാന മിസ് നമ്മളങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ചുക്കാൻ പിടിച്ച് മുന്നിക്കുന്നത്. ഇന്നോട് ഓരോ നിലത്തിരിക്കണ്ടെങ്കിൽ സെൽ ബാറ്ററിയിലെ തൊട്ടപ്പുറത്ത് ബെഞ്ചിൽ ഇരുന്നോളിയാർ. എന്താ ചെയ്യാ? ഇൻകോ അഫ്താബിനാണെങ്കിൽ ആകെ പൊലിവോട് പൊലിവ്. അതിലാറെ പൊലിവാണെങ്കിൽ കുട്ടികളൊക്കെ പാടെ ഇന്നെ കണ്ടില്ല. അങ്ങോട്ട് നോക്കിയാ വിദൂരതയിൽ വരെ ഒളിക്കാൻ മറച്ച് നമ്മളെ ഫോട്ടോ എടുക്കണം. എന്താ ചെയ്യാ? ഇറ്റാളൊക്കെ പാടെ കാക്കച്ചുകൂട്ട് കല്ലിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഭാഗം കൊടുത്ത് കേൾക്കണില്ല. നല്ല കൈവുള്ള കുട്ടികളെ കോപ്പിടിച്ച തീരെ അറിയാത്ത കുട്ടികൾ മാഷന്മാരത്തൊക്കെ കാണുന്നുണ്ടല്ലോ. നോമ്പർന്ന് കുറച്ച് പതടക്കണം, കറണ്ടാണ് പോയി. എന്ത് പരിപാടിയാണ്? അതുകൊണ്ട് ഇപ്പൊ ഇഫ്താറിനൊപ്പം ഫ്ലാഷ് ലൈറ്റ് ഡിന്നറും ആയി. കറണ്ട് എന്നപ്പോൾ ഇവിടെ ചിക്കൻ പീസ് മറ്റോളി കിടക്കണം, മറ്റോളത്തിൽ എല്ലും പീസിന് മറ്റോണ്ടി കിടക്കണം. പരിപാടി ഏതുമായിക്കോട്ടെ, നിസ്കാരം വിട്ടൊരു കളിയില്ല മോനെ. നിസ്കരിച്ച് വന്നപ്പോൾ ടീച്ചർമാരും കുട്ടികളൊക്കെ പാടിട്ടാണ് വളഞ്ഞു. ഇനി മനസ്സിൽ തട്ടുന്ന ഉൾപ്പൊളിതമായ റിയാന ടീച്ചർ വാക്കുകൾ നിങ്ങൾ കേൾക്കൂ. ഫസ്റ്റത്തെ പരിപാടിയാണ് ചാടട്ടെ, ശരിയാവില്ല. ജസ്റ്റ് ഫോർ യുനെ ഫസ്റ്റ് ആയിട്ട് ലൈക്ക് ഒരു പരിപാടിക്ക് വിളിച്ച് നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്തും ഞാൻ മരി പൊലിവായിട്ടില്ല മോനെ. പിന്നെ കുറെ സെൽഫി എടുക്കലായി, ഫോട്ടോ എടുക്കലായി, കുറെ കാണാൻ കബ വർത്താനങ്ങളായി. എല്ലാവർക്കും ഇന്നെ മതി, എനിക്ക് വേജ. ഇനി ഒരു മൊമെന്റ് തരാൻ വേണ്ടി ഒന്നുകൂടെ എൻട്രി ഒന്നുകൂടെ എന്നെ ഉള്ളിൽ കയറ്റി. സത്യം പറയട്ടെ, എനിക്കല്ല സങ്കടം വന്നു, കണ്ണിന് വെള്ളം വരാനൊക്കെ. എന്താ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്നെ പറ്റി കുറെ മൈക്കിൽ സംസാരിച്ച് മൊമെന്റ് ഒക്കെ തന്നെ കുറെ സെൽഫി അത് ഇത് മറ്റേ മറിച്ചൊക്കെ. എല്ലാവർക്കും നല്ല സ്വഭാവം, നല്ല ഐശ്വര്യമുള്ള മക്കള്. എന്താ ചെയ്യാ?